നമസ്കാരം. ഇന്ത്യയുടെ വളർച്ച ശരിയായ ദിശയിലാണ്. എല്ലാ മേഖലകളിലും അത് പ്രകടമാകുന്നുണ്ട്. ലോകശക്തികളായ അമേരിക്ക, ചൈന തുടങ്ങിയ രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന മുന്നേറ്റമാണ് ഇന്ത്യ നടത്തുന്നത്. അമേരിക്കയെ കടത്തിവെട്ടി ലോകത്തിലെ രണ്ടാമത്തെ വലിയ 5G മൊബൈൽ ഫോൺ വിപണിയായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. ചൈനയാണ് പട്ടികയിൽ ഒന്നാമത്. തൊട്ടു പിന്നിലായി ഇന്ത്യയുണ്ട്. ആഗോള 5G ഹാൻഡ്സെറ്റ് കയറ്റുമതിയിൽ 2024 ആദ്യ പകുതിയിൽ 20% വാർഷിക വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ആപ്പിൾ ആണ് ഏറ്റവും കൂടുതൽ 5G ഫോൺ കയറ്റുമതി ചെയ്തത്. ലോകത്തെ മൊത്തം 5G ഫോൺ കയറ്റുമതിയിൽ 25% വിപണി വിഹിതവും ആപ്പിളിൻ്റെതാണ്. ആപ്പിളിൻ്റെ ഐഫോൺ കയറ്റുമതി മാത്രം ഇപ്പോൾ ഇന്ത്യയുടെ മുഴുവൻ ഇലക്ട്രോണിക്സ് കയറ്റുമതിയുടെ 35%. ഇന്ത്യയിലെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്തുന്നതിൽ 5G സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. അതുവഴി സ്മാർട്ട് ഫോൺ വ്യവസായത്തിന് ഉത്തേജനം നൽകുന്നുണ്ട്. ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ പ്രീമിയം 5G സ്മാർട്ട് ഫോണുകളുടെ ആവശ്യം വർദ്ധിച്ചത് ഈ മേഖലയെ അതിവേഗം വളരാൻ സഹായിച്ചിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് മൂലം നിരവധി അന്താരാഷ്ട്ര കമ്പനികളും ഇന്ത്യൻ വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് ഇന്ത്യയെ 5G സാങ്കേതിക വിദ്യയിൽ മുൻനിരയിൽ എത്തിക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇലക്ട്രോണിക്സ് കയറ്റുമതി രംഗം അത്ഭുതപൂർണമായ വളർച്ചയാണ് കൈവരിച്ചത്. 6 ലക്ഷം തൊഴിലവസരങ്ങളാണ് ഈ വർഷം അവസാനത്തോടെ രാജ്യത്തുണ്ടാവുക. ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. നിലവിൽ 25 ലക്ഷം പേരാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. iPhone 16 Pro Max മോഡലുകൾ തമിഴ്നാട്ടിലെ ഫാക്ടറിയിൽ നിർമ്മിക്കും. ഐഫോൺ കയറ്റുമതി ഓരോ മാസവും ഏകദേശം 100 കോടിയാണ്. ഇന്ത്യയിൽ ഐഫോൺ നിർമ്മാണ പ്ലാന്റുകളിൽ ഉൽപാദനം വർദ്ധിപ്പിച്ചതിനാലാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നത്. രാജ്യത്തു നിന്നുള്ള കയറ്റുമതിയിൽ ഇലക്ട്രോണിക്സ് മേഖല 3ാം സ്ഥാനത്തേക്ക് ഉയർന്നിരുന്നു. ഏപ്രിൽ-ജൂൺ കാലയളവിൽ കയറ്റുമതിയിൽ മുന്നിലുള്ള 10 മേഖലകളിലാണ് ഇലക്ട്രോണിക്സ് മേഖല 3ാമതെത്തിയത്. രത്നാഭരണ കയറ്റുമതിയെ പിന്തള്ളിയാണിത്. അതേസമയം 2022-23 $6.27 ബില്യൺ ആയിരുന്നു കയറ്റുമതി. എന്നാൽ 2023-24 കാലഘട്ടത്തിൽ $12.1 ബില്യൺ വളർന്നു. ഈ വർധനവ് ചൂണ്ടിക്കാട്ടുന്നത് ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിൽ ചൈനയ്ക്കും വിയറ്റ്നാമിനും ഒരു പ്രായോഗിക ബദലെന്ന നിലയിലുള്ള ഇന്ത്യയുടെ മുന്നേറ്റമാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് നിർമ്മാണം ഏകദേശം $250 ബില്യൺ എത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ രാജ്യത്തിന്റെ ഇലക്ട്രോണിക്സ് കയറ്റുമതി $125 മുതൽ $130 ബില്യൺ വരെയാണ്. ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനം 2017 സാമ്പത്തിക വർഷത്തിലെ $49 ബില്യൺ നിന്ന് 2023 സാമ്പത്തിക വർഷമായപ്പോൾ $101 ബില്യൺ വളർന്നു. മൊബൈൽ ഫോൺ ഉൽപാദനം 2014-15 18,900 കോടി രൂപയിൽ നിന്ന് 2024 എത്തിയപ്പോൾ 4.10 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു. ഇത് 2000% വർധനമാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് കയറ്റുമതി വിപണിയുടെ ഭാവി ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. വർദ്ധിച്ച കയറ്റുമതി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് വഴി സമ്പദ് വ്യവസ്ഥ വികസിക്കുന്നതുവരെയുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഇലക്ട്രോണിക്സ് മേഖലയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നുണ്ട്. ആഗോള സാമ്പത്തിക രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പാണിത്. ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് കയറ്റുമതി വളർച്ചയുടെ പാതയിലാണ്. ശരിയായ തന്ത്രങ്ങളും തുടർച്ചയായ പിന്തുണയും ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ ആഗോള തലത്തിൽ ഇന്ത്യക്ക് ഒന്നാമതെത്താൻ സാധിക്കും. വൈകാതെ തന്നെ ഇന്ത്യക്ക് ചൈനയെ കടത്തിവെട്ടി ഇലക്ട്രോണിക്സ് വിപണി കൈയടക്കാൻ സാധിക്കും. എല്ലാ മേഖലകളിലും വൻ മുന്നേറ്റമാണ് ഇന്ത്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.